നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ അമേരിക്കയുമായി സഹകരിച്ച് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് വലിയൊരു ആക്രമണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാതക പ്ലാന്റായ ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെ വൻ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇറാനിലാണ് സംഭവിച്ചത് എന്ന് കരുതി നമുക്ക് ഇവിടെ ആശ്വസിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാതക പ്ലാന്റാണ് ഇപ്പോൾ ആക്രമണത്തിൽ തകർത്തിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ വലിയൊരു ഇന്ധന പ്രതിസന്ധി അത് പല ഭാഗങ്ങളിലും സംഭവിക്കാൻ പോകുമെന്നുള്ള ഒരു ഭീതിയാണ് ഇപ്പോൾ എല്ലാവരെയും നടുക്കിയിരിക്കുന്നത്. ഈ ആക്രമണം ഇറാനെ നല്ല രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അവരുടെ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവിയെ ലാരിജാനിയെ കൊലപ്പെടുത്തി, അതിനുശേഷം ഇന്റലിജൻസ് മന്ത്രിയെ കൊലപ്പെടുത്തി. ഇപ്പോഴിതാ അവരുടെ ഏറ്റവും വലിയ വാതക പ്ലാന്റിന് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്നു. ഗൾഫ് മേഖലയിലെ എണ്ണ വാതക പാടങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടത്തുമെന്ന് അവർ ഭീഷണിയും പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നിവിടങ്ങളിലെ 5 ഊർജ്ജ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നതായും ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തെയും തുടർന്നുള്ള ഇറാന്റെ ഭീഷണിയെയും തുടർന്ന് എണ്ണവാതക വിലകൾ കുതിച്ചുയരുന്നു. ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എണ്ണവില ബാരലിന് ഏകദേശം $110 ഉയർന്നു. ആഗോള മാനദണ്ഡമായ ബ്രന്റ് ക്രൂഡ് ഓയിലിലെ ബാരലിന് $109.91 ചൊവ്വാഴ്ചത്തെ വിലയേക്കാൾ 5% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലെ ഇറാന്റെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ലക്ഷ്യമിട്ടതായി ഇറാനിയൻ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. UK ബെഞ്ച്മാർക്ക് ഗ്യാസ് വിലയും 6% ഉയർന്ന് 143.53 രൂപയിലെത്തിയിട്ടുണ്ട്. പിന്നീട് അത് 140 പെൻസിൽ താഴെയായി. ഇറാന്റെ ഊർജ്ജ മേഖലയുടെ സുപ്രധാന കേന്ദ്രമായ അസ്ലുയയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ആക്രമണം ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഉടനടി വ്യക്തമല്ല. സൗദി അറേബ്യയിലെ സാംറഫ് റിഫൈനറി, ജുബൈൽ പെട്രോ കെമിക്കൽ കോംപ്ലക്സ്, UAEയിലെ അൽ ഹോസ് ഗ്യാസ് ഫീൽഡ്, ഖത്തറിലെ റാസ് ലഫാൻ റിഫൈനറി, മിസൈദ് പെട്രോ കെമിക്കൽ കോംപ്ലക്സ് എന്നിവയാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് കരുതപ്പെടുന്നു. ഇറാന്റെ തെക്കൻ ബുഷർ പ്രവിശ്യയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡാണ്. ഈ ഗ്യാസ് ഫീൽഡിൽ ഖത്തറിനും ഒരു പങ്കുണ്ട്. ഗ്യാസ് ഫീൽഡിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേലിനോടും അമേരിക്കയോടും ഖത്തർ അതൃപ്തി പ്രകടിപ്പിച്ചു. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലെ തീപിടുത്തം അന്താരാഷ്ട്ര ഗ്യാസ് വിതരണത്തിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്നതിനാൽ ഊർജ്ജ വിതരണ പരിമിതികളുമായി ഇതിനകം പൊരുതുന്ന ഒരു ലോകത്തിന് ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഭൂമിയിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗ്യാസ് റിസർവോയറായി കണക്കാക്കപ്പെടുന്ന നോർത്ത് ഡോം സൗത്ത് പാഴ്സ് റിസർവോയറിന്റെ ഭാഗമാണിത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള ഊർജ്ജ വിപണികളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. എക്കണോമിക് ടൈംസിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ഫീൽഡ് എല്ലാ വർഷവും കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും ഇറാന്റെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. ഖത്തർ ഈ ഫീൽഡിൽ നിന്ന് വലിയ അളവിൽ LNG വേർതിരിച്ചെടുത്ത ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിന് തീപിടിച്ചു. ഇത് വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയേക്കാം. വിപണി നിലവിൽ ഇതിനോട് പ്രതികരിക്കുന്നു. ഇത് എണ്ണ ഗ്യാസ് വിലകളിൽ പെട്ടെന്നുണ്ടാകുന്ന വർധനവിന് കാരണമാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നത്. പാടത്തെ പ്രധാന സംസ്കരണ യൂണിറ്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഇത് പല പ്രദേശങ്ങളിലേക്കും പടർന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ എണ്ണവില ഗ്യാസിനേക്കാൾ വേഗത്തിൽ ഉയരുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് വിപണികൾ ആദ്യം പ്രതികരിക്കുന്നത് ഭൂരാഷ്ട്രീയ അപകട സാധ്യതകളോടും വിതരണ ആശങ്കകളോടുമാണെന്നാണ്. സാധാരണയായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ എണ്ണവില കുത്തനെ ഉയരും. അതേസമയം യഥാർത്ഥ വിതരണ തടസ്സങ്ങളെ അടിസ്ഥാനമാക്കി ഗ്യാസ് വില പിന്നീട് ഉയരും. കൂടാതെ പ്രകൃതിവാതക വിലയിലെ വർധനവ് കാണിക്കുന്നത് സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അപകട സാധ്യത വ്യാപാരികൾ ഇതിനകം തന്നെ ഗ്യാസ് വിലയിൽ കണക്കാക്കുന്നുണ്ടെന്നാണ്.
ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിന് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണം ഇന്ത്യയിലെ ഗ്യാസ് വിലയിൽ നേരിട്ടുള്ളതും ഗണ്യമായതുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് 18 നടന്ന US ഇസ്രായേൽ ആക്രമണങ്ങളിൽ അസ്ലോയിലെ ഫേസ് 40 പോലുള്ള സംസ്കരണ പ്ലാന്റുകൾ, പൈപ്പ് ലൈനുകൾ, യൂണിറ്റുകൾ എന്നിവ തകർന്നു. ഇത് തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും ഗ്യാസ് ഉൽപ്പാദനം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തു. മാർച്ചിന്റെ തുടക്കത്തിൽ ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ ഖത്തർ എനർജിയുടെ റാസ് ലഫാൻ മൊസാദ് സൗകര്യങ്ങൾ ആക്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക ഉൽപ്പാദകരായ ഖത്തർ എനർജിയെ ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർബന്ധിതരാക്കി. ഇത് ആഗോള LNG വിതരണത്തിന്റെ ഏകദേശം 20% ബാധിച്ചു. ഇന്ത്യ LNG ആവശ്യങ്ങൾക്കായി ഖത്തറിനെയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. ഖത്തറിന്റെ ഉൽപ്പാദന സ്തംഭനവും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷവും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുന്നു. ഇന്ത്യ പ്രതിവർഷം 14 ദശലക്ഷം ടണ്ണിലധികം LNG ഇറക്കുമതി ചെയ്യുന്നു. കൂടാതെ രാജ്യത്തിന്റെ LPGയുടെ 80 മുതൽ 85% ഗൾഫിൽ നിന്നാണ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ആക്രമണങ്ങൾക്ക് ശേഷം വരും മണിക്കൂറിലാണ് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ 5 എണ്ണ പ്ലാന്റുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എണ്ണവാതക പ്ലാന്റുകൾക്ക് നേരെയുള്ള കൂടുതൽ ആക്രമണങ്ങൾ ഇന്ത്യയുടെ എണ്ണവാതക പ്രതിസന്ധി കൂടുതൽ വഷളാക്കും. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പ്രതിഷേധം ഇരമ്പുന്നു. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും 12 ഗൾഫ്, അറബ്, ഇസ്ലാമിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഖത്തർ എനർജി അറിയിച്ചു. ഗ്യാസ് ടു ലിക്വിഡ് GTL പ്ലാന്റിന് വൻ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് നേരെയുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്നും ബാബ് അൽ മന്ദബ് അടച്ചുപൂട്ടാൻ ശ്രമിക്കരുതെന്നും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിനിടെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ എണ്ണ ടാങ്കറുകളുടെയും ചരക്ക് കപ്പലുകളുടെയും സുരക്ഷിതമായ യാത്രയ്ക്കായി ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കി. നിലവിൽ 21 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ 611 ഇന്ത്യൻ ജീവനക്കാരുണ്ട്. ഇവരെയും കപ്പലുകളെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യ നൽകിയ മരുന്നുകൾക്ക് ഇറാൻ സർക്കാർ നന്ദി അറിയിച്ചു. ഇറാനിയൻ റെഡ് ക്രസന്റിന് കൈമാറിയ മരുന്നുകൾ അതിർത്തി രാജ്യങ്ങൾ വഴി റോഡ് മാർഗം ഇറാനിലെത്തിക്കാനാണ് തീരുമാനം. LPG ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. യുദ്ധ സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ രാജ്യത്തെ LPG ഉൽപ്പാദനം കേന്ദ്ര സർക്കാർ 40% ഉയർത്തി. നേരത്തെ കുടുങ്ങിക്കിടന്ന 2 LPG ടാങ്കറുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതിയും നൽകിയിരുന്നു.